ഇത്തവണ നമ്മുടെ ഇവിടെ നിറയെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പോലെ ഞാൻ കോവയ്ക്കയുടെ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു. ഈ സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ അരിയണതിനേക്കാളും കുറച്ചുകൂടി കട്ടിക്ക് അരിഞ്ഞെടുത്തു. എന്നിട്ട് മുഴുവനും അരിഞ്ഞ് വെച്ചതിന് ശേഷം അത് കുറച്ച് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു. നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അങ്ങനെ വാടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്തിട്ട് അടുപ്പിൻ്റെ ചുവട്ടിലിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഒരു 2 ദിവസം അടുപ്പിൻ്റെ ചുവട്ടിൽ കിടന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. അടുപ്പിൻ്റെ ചുവട്ടിൽ ഞാനതിങ്ങനെ നിരത്തിയിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണക്കി വെച്ച് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് എടുക്കാവുന്നതാണ്. കോവയ്ക്ക ഇങ്ങനെ ഉണക്കി വെച്ച് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് വറുത്തെടുത്താൽ മതിയാവും. കുറേ നാൾ കേടുകൂടാതിരുന്നോളും. ഞാനത് കുറച്ചെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മൾ പാവയ്ക്ക എങ്ങനെയാണോ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്. പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പുണ്ടാവാറുണ്ടല്ലോ, ഇതിന് കയ്പ്പ് സ്വാദൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് കോവയ്ക്കുള്ളപ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക കൊണ്ടാട്ടം റെഡിയായി കഴിഞ്ഞു.